ഹലോ കൂട്ടുകാരെ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ഇടവെട്ടി അമ്പലത്തിൽ വന്നേക്കുവാണേ. ഇന്നിവിടെ ഔഷധ സേവ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ 4:30 വന്ന് ക്യൂ നിന്നു കേട്ടോ. അപ്പം ഇത്രയും തിരക്ക് ഇവിടെ ഉണ്ടായിരുന്നുള്ളേ. രാവിലെ 5 മണിക്ക് മുതലാണ് മരുന്ന് കൊടുത്ത് തുടങ്ങുന്നേ. നിങ്ങളവിടെ എങ്ങനെയാ, മഴയൊക്കെ ഉണ്ടോ? ഇവിടെ നല്ല മഴയായിരുന്നു കേട്ടോ. എന്നിട്ടും വേറെ ജില്ലയിൽ നിന്നൊക്കെ ഒത്തിരി പേര് വന്നിട്ടുണ്ടായിരുന്നേ. ഈ ഒരു ദിവസം മരുന്ന് കഴിച്ചാൽ ഈ ഒരു കൊല്ലം അസുഖങ്ങളൊന്നും വരത്തില്ല എന്നാണ് വിശ്വാസം. ഇതാട്ടോ നമ്മുടെ മരുന്ന്. ഈ മരുന്ന് കഴിച്ചു കഴിഞ്ഞ് മരുന്ന് കഞ്ഞിയും കൊടുക്കുന്നുണ്ടേ. തിരക്ക് തടയാൻ വേണ്ടി ഒത്തിരി അറേഞ്ച്മെന്റ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. 5:30 ആയപ്പം നമ്മൾ മരുന്നൊക്കെ കഴിച്ചിറങ്ങിട്ടോ. പിന്നെ അമ്പലത്തിൽ കയറി തൊഴുതേ. ക്ഷേത്രം തൊടുപുഴയിലെ 5 ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ്. ദ്വാദശി പൂജ നടക്കുന്ന ദിവസവും ഈ 5 കൃഷ്ണക്ഷേത്രങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് KSRTCയുടെ സ്പെഷ്യൽ സർവീസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ സൗകര്യം പ്രയോജനപ്പെടുത്താൻ 100 രൂപയാണ് ഈ 5 ക്ഷേത്രങ്ങളും ദർശിച്ച് തിരികെ ഇടവെട്ടിയിൽ വന്ന് ഈ 2 പൂജകളിലും പങ്കെടുക്കാവുന്നതാണ്. ജില്ലയിൽ തന്നിട്ടുള്ളതാണ് ഔഷധക്കൂട്ട്. അത് നക്കിയോ മറ്റു പോതിലോ ഒന്നും കഴിക്കരുത്. തള്ളവിരൽ, ചൂണ്ടുവിരൽ, നടുവിരൽ കൂട്ടിയിട്ട് ചെറിയ ഗുളിക രൂപത്തിൽ അതാക്കി കൈ വയ്ക്കുക. ഞാനിവിടുന്ന് 3 മന്ത്രങ്ങൾ ചൊല്ലിത്തരും. അത് കഴിഞ്ഞതിന് ശേഷം മാത്രം അത് കഴിക്കുക. കഴിച്ചതിന് ശേഷം സാവകാശം എണീക്കുക. തിരക്ക് കൂട്ടാതെ എൻ്റെ വലത്തുവശത്തു കൂടി ഉള്ള വഴിയിലേക്ക് പോവുക. അവിടെ ആലില നിക്ഷേപിക്കുന്നതിനുള്ള പാത്രം വെച്ചിട്ടുണ്ട്. അത് നിക്ഷേപിച്ചതിന് ശേഷം മുമ്പോട്ട് പോയി കൈ കഴുകുക. കൈ കഴുകിയതിന് ശേഷം ശ്രീകോവിലിൻ്റെ മുമ്പ് അകത്ത് കയറി പ്രാർത്ഥിക്കുക. വഴിപാടുകളോ പുഷ്പാഞ്ജലികളോ മറ്റു വഴിപാടുകളോ ഉള്ളത് അവിടെ നിന്ന് വാങ്ങിക്കുക. വെളിയിലിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഔഷധക്കഞ്ഞി വിതരണമുണ്ട്. അപ്പം നമ്മൾ മരുന്ന് കുടിച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങുവാണേ. ബൈ.